യുഎഇയിൽ കനത്ത മഴ. അബുദാബിയുടെ ചില ഭാഗങ്ങളിലാണ് കനത്ത മഴ പെയ്തത്. തലസ്ഥാനത്ത് താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആയി കുറയുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. യുഎഇയിലെ മിക്ക ഭാഗങ്ങളിലും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ഇന്ന് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു. അപകടകരമായ കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അധികൃതരുടെ ഉപദേശം പാലിക്കാനും പുറത്തെ ജോലികൾ ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മുസഫ റോഡിന് സമീപമുള്ള സൂഖ് അൽ ജുമൈറയിൽ കനത്ത മഴ പെയ്യുന്നതായും സ്റ്റോം സെന്റർ പങ്കിട്ട വീഡിയോകൾ കാണിക്കുന്നു. ദഫ്ര മേഖലയിലെ സായിദ് സിറ്റി റോഡ്, ഗിയാത്തി ഹബ്ഷാൻ റോഡ്, റാസൽ ഖൈമയിലെ ഷൗക്ക അൽ ഒജൈലി എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്തു. കനത്ത മഴയെ തുടർന്ന് ദഫ്ര പ്രദേശത്തെ ഗിയാത്തി ഹബ്ഷാൻ റോഡിൽ വെള്ളം നിറഞ്ഞൊഴുകി. ചില പ്രദേശങ്ങളിൽ കോരിച്ചൊരിയുന്ന മഴയ്ക്കൊപ്പം കാറ്റുമുണ്ടായിരുന്നു. അൽ ദഫ്രയിലെ ഹബ്ഷാൻ റോഡിൽ കനത്ത മഴ പെയ്തതോടെ ദൃശ്യപരത കുറയുന്നതായി ഒരു വീഡിയോയിൽ കാണാം. ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 11.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. അലൈനിലാണ് ഇത് രേഖപ്പെടുത്തിയത്. യുഎഇയിലുടനീളമുള്ള താപനില കുറഞ്ഞതോടെ രാജ്യം ഇന്ന് ഔദ്യോഗികമായി ശൈത്യകാലത്തേക്ക് പ്രവേശിച്ചു. ദുബായ് നിവാസികളോട് തട്ടിപ്പിൽ വീഴരുതെന്ന മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. യാതൊരു അപകട സാധ്യതയുമില്ലാതെ 10% വരെ സ്ഥിരമായ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഓൺലൈൻ നിക്ഷേപ അവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ദുബായ് പോലീസ് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പണമടച്ചുള്ള ഓൺലൈൻ പ്രൊമോഷനുകളിലൂടെയും കമ്പനികൾ ഇത്തരം പദ്ധതികൾ പരസ്യപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലെ ആന്റി ഫ്രോഡ് സെന്റർ ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. 10% വരെ സ്ഥിരമായ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഓൺലൈൻ നിക്ഷേപ അവസരങ്ങൾ തട്ടിപ്പിന്റെ സൂചനയാണെന്ന് പോലീസ് പറയുന്നു. റെഗുലേറ്ററി അധികാരികളിൽ നിന്ന് സാധുവായ ലൈസൻസുകൾ ഇത്തരക്കാർക്ക് ഉണ്ടായിരിക്കില്ല. എന്നാൽ പ്രശസ്തമായ ധനകാര്യ സ്ഥാപനങ്ങളുടെ പേരുകളും ലോഗോകളും ഇവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇത്തരം തട്ടിപ്പുകാർ സാധാരണയായി പിരമിഡ് ശൈലിയിലുള്ള പ്രവർത്തനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പുതിയ നിക്ഷേപകരിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ലാഭം കൊടുക്കുന്നുണ്ട് എന്ന മിഥ്യാധാരണ ഇവർ സൃഷ്ടിക്കും. കുവൈത്തിൽ റെസിഡൻസി വിസ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്കുകൾ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിനു പിന്നാലെ 1 മാസം കഴിഞ്ഞാലാണ് പ്രാബല്യത്തിൽ വരിക. എല്ലാ വിഭാഗങ്ങളിലുമുള്ള എൻട്രി വിസകൾ, സന്ദർശക വിസകൾ, താമസ പെർമിറ്റുകൾ, അപേക്ഷ നടപടിക്രമങ്ങൾ എന്നിവയിൽ മാറ്റം വരുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതുക്കിയ നിരക്കുകൾ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം 1 മാസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരും. സർക്കാർ വിസിറ്റ്, ബിസിനസ് വിസിറ്റ്, ഫാമിലി വിസിറ്റ്, വൈദ്യ ചികിത്സാ വിസിറ്റ്, മൾട്ടിപ്പിൾ എൻട്രി, ടൂറിസം വിസിറ്റ്, കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായുള്ള സന്ദർശനം, സാംസ്കാരിക സാമൂഹിക ഇവന്റുകൾക്കായുള്ള സന്ദർശനം എന്നിവയ്ക്കെല്ലാം ഫീസ് 10 ദിനാറായി ഉയരുമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ താമസ നിയമത്തിലെ പുതിയ ഭേദഗതികൾ പ്രകാരമാണ് ഈ മാറ്റങ്ങൾ. ഭാര്യയെയും കുട്ടികളെയും സ്പോൺസർ ചെയ്യുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ ശമ്പളം 800 ദിനാറായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ പോലുള്ള അടുത്ത കുടുംബാംഗങ്ങൾ അല്ലാത്തവരെ ആശ്രിത വിസയിൽ കൊണ്ടുവരുന്നതിനുള്ള ഫീസ് പ്രതിവർഷം 300 ദിനാറായി ഉയർത്തി. പുതിയ നിയമങ്ങളിൽ പുതുക്കിയ ഫീസുകൾ, ആശ്രിതർക്കുള്ള പുതിയ വ്യവസ്ഥകൾ, വിസിറ്റ് വിസകൾ നീട്ടുന്നതിനുള്ള മാറ്റുന്നതിനുള്ള വിപുലമായ ഓപ്ഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. NTV UAE to the world.